ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കമ്പനിയിലെ ഒരു ഫയൽ അനൂപ് നെല്ലിശ്ശേരി വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് സേതുവിനോട് സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. അദ്ദേഹം അത് പരിശോധിച്ചതിന് ശേഷം അതിലെ കൃത്രിമങ്ങൾ കണ്ടുപിടിച്ചു. ആ കാര്യം അനൂപിനോട് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം അനൂപ് സേതുവിനോട് പറയുന്നുണ്ട്. ആ സമയം സ്നേഹയും ആതിരയും അവിടെയുണ്ട്. ഞാൻ ജോലിക്ക് കയറുന്നതിന് മുമ്പായിട്ട് പല കമ്പനിയിലും മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്തതിൻ്റെ കണക്കുകളാണിതിൽ. ഏകദേശം 1 കോടി രൂപയുടെ വ്യത്യാസം മെറ്റീരിയലിൽ തന്നെയുണ്ട്. ഇറക്കിയ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്തത്. അതുകൊണ്ട് കമ്പനിയിലെ വർക്ക് നിർത്തിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്കിളിൻ്റെ അനുവാദം വാങ്ങിയതിന് ശേഷം തീരുമാനിക്കാം എന്ന് കരുതി എന്നൊക്കെ അനൂപ് പറയുന്നു. ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ വെച്ച് ഒരു വർക്കും ചെയ്യണ്ട. ആരാ ഓർഡർ കൊടുത്തത്, സച്ചിയോ നന്ദനോ എന്ന് സേതു പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു, അത് പിന്നെ അവന്തികയാണെന്നാ അവരെല്ലാവരും പറഞ്ഞത്. സ്നേഹയോട് അവന്തികയോട് വരാൻ പറയുകയാണ് സേതു. അങ്ങനെ സ്നേഹ അവന്തികയെ വിളിക്കാനായി പോയി. നന്ദനും അവന്തികയും അവിടേക്ക് വന്നു. എന്താ അച്ഛാ എന്ന് നന്ദൻ ചോദിച്ചു. ഇന്ന് സൈറ്റിൽ വർക്ക് നടക്കുന്നില്ല എന്ന് സേതു പറഞ്ഞപ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്, നടക്കുന്നില്ലേ വർക്ക്, എന്താ കാര്യം, എന്തു പറ്റി അനൂപേ? സന്ദീപും അവിടേക്ക് വന്നു. അനൂപിനോട് കാര്യം നന്ദൻ ചോദിച്ചപ്പോൾ സേതു പറയുന്നു, കാര്യം ഞാൻ പറയാം. മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ല, അത് തന്നെയാണ് കാരണം. ഈ സമയത്ത് സച്ചിയും അർച്ചനയും അവിടേക്ക് വന്നു. അല്ലച്ച എന്ന് പറഞ്ഞ് സച്ചി പറയാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറയുന്നു, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ആരാ മെറ്റീരിയലിന് ഈ പ്രാവശ്യം ഓർഡർ കൊടുത്തത്? ഞാൻ വിളിച്ചപ്പോഴത്തേക്കും അവിടുന്ന് ലോഡ് കയറ്റി അയച്ചു എന്നാ പറഞ്ഞത് എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ സേതു പറയുന്നു, പിന്നീട് നീ അതിനെക്കുറിച്ച് തിരക്കിയില്ലേ? ഞാൻ കരുതി സച്ചിയാണെന്ന് എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ സേതു പറയുന്നു, കോടികളുടെ ബിസിനസ് ചെയ്യുന്നവരാ നമ്മൾ, അപ്പോൾ അത് ക്ലിയർ ചെയ്യണ്ടേ നന്ദ? ഉള്ള വിശ്വാസ്യത പോയാൽ നമ്മുടെ പ്രോഡക്റ്റ് ആര് വാങ്ങും? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവന്തികയോട് ആര് പറഞ്ഞു മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ? ഓഫീസിലെ കാര്യങ്ങളെല്ലാം നന്ദൻ നോക്കിക്കോളാമെന്നും അവൻ ഒന്നിലും തലയിടരുത് എന്നും പറഞ്ഞിട്ടുള്ളതല്ലേ? അത് കേട്ട് അവന്തിക പറയുന്നു, അത് സ്ഥിരമായി നടക്കുന്ന പ്രോസസ് ആയതുകൊണ്ട് അവരെന്നെ വിളിച്ചു. ഞാൻ എപ്പോഴത്തെയും പോലെ ഓർഡർ കൊടുക്കുകയും ചെയ്തു. മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ഞാനിപ്പോൾ പോകുന്നില്ലല്ലോ. സേതു പറയുന്നു, ശരി, ഇത് നമ്മുടെ പല കമ്പനിയുടെയും ഈ മാസത്തെ കണക്കാണ്. ഏകദേശം 1 കോടി രൂപയുടെ വ്യത്യാസമുണ്ട്. എല്ലാവരും ടെൻഷനാകുന്നു. അനൂപ് പറയുന്നത് പ്രകാരം അനൂപ് വന്നതിന് ശേഷം മാത്രം ഏകദേശം അത്രയും രൂപയുടെ വ്യത്യാസം കണ്ടുപിടിച്ചു എന്നാണ്. ഓഫീസിൽ പോകണ്ട എന്ന് പറഞ്ഞാലും തലപ്പൂത്ത് ഇപ്പോഴും നീ തന്നെയല്ലേ, ഇതിൽ നിനക്കെന്താ പറയാനുള്ളത് എന്ന് അവന്തികയോട് സേതു ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നുണ്ട്, അച്ഛാ ഇതിലിപ്പോൾ ഞാൻ എന്ത് പറയാനാ? ഈ മാസത്തെ ഫയലൊന്നും ഞാൻ കണ്ടിട്ടില്ല, സൈൻ ചെയ്തിട്ടുമില്ല. പിന്നെ ഇതിൽ ഞാൻ എങ്ങനെയാ ഉത്തരം പറയുന്നത്? അപ്പോൾ നിനക്കിതിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ എന്ന് സേതു ചോദിച്ചപ്പോൾ അവന്തിക പറയുന്നു, അതെ, ഈ മാസം ഇത്രയും രൂപയുടെ ഷോർട്ടേജ് വന്നത് എങ്ങനെയാണെന്ന് ഞാനല്ലല്ലോ പറയേണ്ടത്, അക്കൗണ്ടന്റ് അല്ലേ. അനൂപ് വന്നതിന് ശേഷമാണ് ഈ പ്രശ്നമെന്ന് അനൂപ് തന്നെ പറയുന്നു. അപ്പോൾ ആ പൈസ എങ്ങോട്ട് പോയെന്ന് ചോദിക്കും. ഞാൻ പറയാതെ തന്നെ അച്ഛനറിയാലോ ഒരു വലിയ കമ്പനിയുടെ അക്കൗണ്ടിന് എന്തൊക്കെ സാധിക്കുമെന്ന്. 2ഓ 3ഓ ബില്ലിൽ കൃത്രിമം കാണിച്ചാൽ മതി ഈ പറയുന്ന 1 കോടി കയ്യിലിരിക്കാൻ. പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ എങ്ങനെ വന്നു എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ലേ? ഇത് കേട്ട് അനൂപ് പറയുന്നു, അവന്തികെ, ഞാൻ ആദ്യമായിട്ടല്ല ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. ഞാൻ വരുന്നതിന് മുമ്പുള്ള കണക്കുകളും എൻ്റെ കൈവശമുണ്ട്. ഒരു കമ്പനി സിഇഒയെക്കാളും താഴെയാണ് അക്കൗണ്ടന്റിൻ്റെ ചുമതലയെന്ന് അവന്തികയോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് കേട്ട് അവന്തിക പറയുന്നു, അതെ, എങ്ങോട്ടായി പറഞ്ഞ് കയറി പോകുന്നത്? ഇതെല്ലാം എൻ്റെ തലയിൽ കൊണ്ടിടാനാണോ ഉദ്ദേശം? നന്ദൻ പറയുന്നു, അതെ, നിന്നോടൊരു കാര്യം ചോദിക്കുമ്പോൾ നീ അത് വഴി തിരിച്ചുവിട്ട് ബാക്കിയുള്ളവരെ പഴിച്ചാറുന്നത് എന്തിനാ? നിന്റെ കാട്ടിക്കൂട്ടൽ കാരണം ഞങ്ങളും പ്രതിസ്ഥാനത്തായില്ലേ? ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ ഞാൻ എന്ത് ചെയ്തു എന്നാ നന്ദേട്ടൻ പറയുന്നത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു, എടുത്തി അനൂപേട്ടൻ കണക്കുകൾ നോക്കുന്നു എന്ന് കരുതി കമ്പനിയിലെ എല്ലാ തിരിമറികളും അനൂപേട്ടൻ ചെയ്തു എന്ന് എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും? എല്ലാം കഴിഞ്ഞ് ബില്ലുകളുടെ കണക്കല്ലേ അനൂപേട്ടൻ പരിശോധിക്കുന്നത്? പിന്നെ ഞാനാണ് ഇതിന് പിന്നിലെങ്കിൽ നിങ്ങളെ തെളിയിക്കുക സച്ചി എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു, മതി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാരിയത്. നന്ദ, കഴിഞ്ഞ 6 മാസത്തെ മുഴുവൻ ഫയലും പരിശോധിക്കണം, വ്യത്യാസമുള്ളതൊക്കെ പരിശോധിക്കണം, എന്നിട്ട് കൊണ്ടുവരണം. അവന്തിക ഒന്ന് ടെൻഷനാകുന്നു. എനിക്കറിയണം സ്വന്തം കമ്പനിയെ ആരാണ് ചതിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതുവരെ ഞാൻ ആരെയും ഒന്നും പറയുന്നില്ല എന്നും സേതു പറയുന്നു. ആദ്യം ആര് മുഖാന്തരമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നറിയട്ടെ. സംസാരവും ശിക്ഷയും ഒക്കെ അത് കഴിഞ്ഞിട്ടാകാം. അത്രയും പറഞ്ഞ് സേതു പോകുന്നു. അനൂപ് പറയുന്നു, അങ്കിൾ, ഇതൊക്കെ കൊണ്ടാണ് അന്ന് ഈ ജോലി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത്. സ്നേഹത്തിൽ കഴിയുന്നവരെ ശത്രുക്കളാക്കണ്ടെന്ന് കരുതിയിട്ട്. എൻ്റെ സഹോദരിമാരുടെ കെയർ ഓഫിൽ കിട്ടിയ ജോലിയാണെന്ന് കരുതി
ഞാൻ ജോലി ചെയ്യാതിരിക്കില്ല അങ്കിൾ, ഒരു രൂപ പോലും ഞാൻ അതിൽ നിന്ന് എടുക്കുകയില്ല. നിങ്ങളുടെ ഒരു ശമ്പളക്കാരനായ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്നെ വിശ്വസിക്കണം, എൻ്റെ അപേക്ഷയാണെന്നൊക്കെ അനൂപ് പറയുന്നു. അനൂപിനെ ഇവിടെ ആർക്കും ഒരു വിശ്വാസക്കുറവുമില്ല. അനൂപ് അങ്ങനെ ചെയ്യില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷേ അനൂപിന്റെ മേൽ ഇപ്പോൾ വന്ന ഈ ആരോപണം അനൂപ് മാറ്റണം. അനൂപ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അനൂപ് തെളിയിക്കണം. തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് എനിക്കറിയണം. ആരുടെ ഭാഗത്തായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും സേതു പറഞ്ഞിട്ട് സേതു മുറിയിലേക്ക് പോകുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ എനിക്കും അറിയണം ഇതിന് പിന്നിൽ ആരാണെന്ന് എന്ന് അവൻ്റെയൊക്കെ പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു, അവസാനം നീ ആകാതിരുന്നാൽ മതിയായിരുന്നു. എന്താ നിങ്ങൾ എല്ലാവർക്കും ഞാനായിരിക്കണം ഇതിന്റെ പിന്നിലെന്ന് ഇത്ര ആഗ്രഹമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറയുന്നത് ആർക്കും വിശ്വാസമില്ല, ഒരു വിലയുമില്ല. എന്നിട്ട് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു. അർച്ചന പറയുന്നു, അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തു വെച്ചതിന്റെ ബാക്കിയാണിത്. എത്ര തവണ ഇതുപോലെ പൈസ എടുത്ത് ഏട്ടതി തിരിമറി നടത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും അച്ഛനെല്ലാം ക്ഷമിച്ചില്ലേ? അന്ന് അങ്ങനെ ചെയ്തോണ്ടാ പിന്നെ അതേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ സംശയിക്കപ്പെടുന്നത്. ഡി എന്ന് പറഞ്ഞ അവനിക അർച്ചനയോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ നന്ദൻ പറയുന്നു, അതെ, നീ അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞില്ല. നീ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അനൂപിനെ കുറ്റക്കാരനായി കാണുന്നു. എല്ലാവരെയും അത് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അർച്ചന അനൂപിനെ പിന്താകുന്നത് സ്വന്തം സഹോദരനായോണ്ടാന്ന് പറയാം. ബാക്കിയുള്ളവർ എടുത്ത് തലയിൽ കയറ്റുന്നത് എന്തിനാണാവോ? സ്വന്തം ഭാര്യ വരെ അവഗണിച്ച് കണ്ടവരുടെ കൂടെ നിൽക്കുന്നതിനുള്ള പ്രത്യാഘാതം നാളെ അനുഭവിക്കേണ്ടി വരും. അപ്പോഴും അവന്തിക ഇവിടെ തന്നെ കാണുമെന്ന് അവന്തിക പറയുന്നു. അത്രയും പറഞ്ഞ അവനിക മുറിയിലേക്ക് പോകുന്നുണ്ട്. നന്ദൻ അനൂപിനോട് പറയുന്നു, അനൂപ് ഇതൊന്നും കാര്യമാക്കണ്ട. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേ അനൂപേട്ട, അച്ഛൻ പറഞ്ഞതുപോലെ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ഞങ്ങൾക്കും അറിയണം എന്ന് പറഞ്ഞ് സന്ദീപ് വന്നു. അനൂപേട്ടനെ അറിയാവുന്നവർക്കൊക്കെ അറിയാം അനൂപേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് ഏട്ടൻ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് ആതിരയും പറയുന്നു. അനൂപേട്ടൻ ഇപ്പോൾ ചെല്ല്, എന്നിട്ട് എല്ലാ ഫയലും ഒന്നുകൂടി ചെക്ക് ചെയ്യും. ഇനി അബദ്ധം വല്ലതും പറ്റിയതാണോ എന്നറിയില്ലല്ലോ എന്ന് സ്നേഹ പറയുന്നു. ഇന്നിനി അനൂപ് ഓഫീസിൽ പോകണമെന്ന് നിർബന്ധമില്ല. നാളെ ഞാനും കൂടി വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്യാമെന്ന് നന്ദൻ അനൂപിനോട് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞിട്ട് അനൂപ് പോകുന്നു. അനൂപ് പോകാൻ തുടങ്ങുകയാണ്. പുറത്തേക്ക് വന്നു. പിറകെ അർച്ചനയും വരുന്നുണ്ട്. ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അർച്ചന അനൂപിനെ വിളിക്കുന്നു. എനിക്കറിയാം ഏട്ടന് നല്ല വിഷമമുണ്ടെന്ന്. അവരങ്ങനെ ഏട്ടാ, മനുഷ്യരൂപം ഉണ്ടെന്നേ ഉള്ളൂ, മൃഗത്തിന്റെ സ്വഭാവമാണ്. ഇടയ്ക്കേട്ട് അനൂപ് പറയുന്നു, ഞാൻ ഈ ജോലി മതിയാക്കിയല്ലോ എന്ന് വിചാരിക്കുക, എന്തിനാ പരസ്പരം പിണങ്ങുന്നത്? ജോലി മതിയാക്കണ്ട, ബാക്കി ഫയലുകളും കൂടി നോക്കി അവൻ്റെ വ്യക്തിയുടെ മുഴുവൻ കള്ളക്കളിയും പുറത്ത് കൊണ്ടുവരണം. ഇപ്പോൾ ജോലി മതിയാക്കിയാൽ അനൂപേട്ടൻ തെറ്റുകാരിയാണെന്ന് ഉറപ്പിച്ച് എല്ലാവരോടും അവർ പറഞ്ഞു നടക്കും. അതുകൊണ്ട് ജോലി വേണ്ടാന്ന് വെക്കണ്ട. നന്ദേട്ടനെല്ലാം മനസ്സിലാകും, കൂടെ നിൽക്കുകയും ചെയ്യും. അവൻ്റെ കേട്ടതിയുടെ ഈ സ്വഭാവം കാരണം ഇവിടെ ആർക്കും സമാധാനമില്ല എന്നുള്ളതാ വാസ്തവം. അതുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തി എല്ലാവരുടെ മുന്നിലും തെളിയിക്കണം. അനൂപേട്ടനെ കൊണ്ട് അതിന് കഴിയുമെന്നൊക്കെ അർച്ചന അനൂപിനോട് പറയുന്നു. ഒന്ന് ആലോചിച്ചതിന് ശേഷം അനൂപ് വീട്ടിലേക്ക് പോകുന്നു. വിഷമത്തോടെ തന്നെയാണ് അനൂപ് പോകുന്നത്. വിഷമത്തോടെ അർച്ചനയും നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പുറത്ത് ഗാർഡനിൽ നിൽക്കുകയാണ് അനഘ. അവിടേക്ക് അവന്തിക വരുന്നുണ്ട്. ഇല്ല, ഇത്രയും കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്ന് അവന്തിക ചോദിച്ചപ്പോൾ അനഘ പറയുന്നു, എന്ത് തോന്നാൻ, ഈ 1 കോടിയോളം രൂപ തിരിമറി നടത്തിയത് ചേച്ചിയാണെന്ന് അവസാനം തെളിയും, അത്ര തന്നെ. എൻ്റെ പൊന്നു ചേച്ചി, ഞാനും കൂടി കുറ്റം പറഞ്ഞതല്ല, തലകൊണ്ട് ആലോചിച്ച് വേണം എന്തെങ്കിലും ചെയ്യാൻ. അനൂപാണ് ഇതിൻ്റെ ചെയ്തതെന്ന് പറഞ്ഞിട്ടും ഇവിടെ ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ലല്ലോ. എന്താ കാരണം? ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ ചേച്ചിയാണ് ഇതിന് പിന്നിൽ എന്ന് സംശയമുള്ളത് കൊണ്ട് തന്നെ. ഇങ്ങനെ പോയാൽ പഴയ ഫയല് തപ്പിപ്പിടിച്ച് അനൂപ് കൊണ്ടുവരും. അതുകൊണ്ട് പെട്ടിയും കിടക്കയും എടുത്ത് നമുക്ക് ഇറങ്ങാം. അവന്തിക പറയുന്നു, പൈസ അടിച്ചു മാറ്റിയ കാര്യം മുന്നേ ആയിരുന്നെങ്കിൽ ആ കിഴവനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് കരയുമ്പോൾ അയാൾ ക്ഷമിക്കുമായിരുന്നു. ഇനി അതും നടക്കില്ല. ഭർത്താവ് പുറപ്പെട്ടു പോയിട്ടും ഈ കുടുംബത്തെ താങ്ങി നിലനിർത്താൻ വേണ്ടി തൻ്റെ ജീവിതം സ്വയം മാറ്റിവെച്ച കഥ ഇനി ഇവിടെ ഓടില്ല എന്ന് അനഘ പറയുന്നു. കാരണം പുറപ്പെട്ടു പോയവര് ഇപ്പോൾ ഇവിടെയുണ്ട്. അത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ പിടിച്ച് നടത്തള്ളാനായിട്ട് എന്നൊക്കെ അനഘ പറയുന്നു. പണിയാണ്, നല്ല പണിയാണ്. ഇതിൽ നിന്ന് കരകയറാൻ ചില്ലറ കളിയൊന്നും പോരാ എന്നും അനഘ പറയുന്നുണ്ട്. ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവിടെയുള്ള ഏതിനെങ്കിലും തുറുപ്പാക്കി മാറ്റി കളി നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതല്ലെങ്കിൽ ഈ വീട്ടിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ നടക്കണം. ആ സംഭവത്തിന് 1 കോടിയോളം രൂപ ചെലവുണ്ടാകും എന്ന് പറഞ്ഞാൽ ആ സംഭവത്തോടെ ഈ കണക്ക് എല്ലാവരും മറക്കണം. അല്ലെങ്കിൽ പുതിയ ഹോട്ട് ന്യൂസ് വരുമ്പോൾ അതുവരെയുള്ള വാർത്തകളൊക്കെ മുങ്ങിപ്പോകാറാണല്ലോ പതിവ്. അതുപോലെ എന്തെങ്കിലും ഈ വീട്ടിൽ നടത്തിയെടുക്കാൻ പറ്റിയാൽ പിന്നെ പേടിക്കണ്ട എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക ആലോചിക്കുന്നു. അനൂപാന്ന് ഇതൊക്കെ ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ട് ആരും അങ്ങോട്ട് വിശ്വസിക്കാത്ത സ്ഥിതിക്ക് അനൂപ് തന്നെ അതങ്ങനെ ചെയ്ത് എല്ലാവരെയും വിശ്വസിപ്പിക്കട്ടെ എന്ന് അവന്തിക. മനസ്സിലായില്ല എന്ന് അനഘ. കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോഴുണ്ടായ തിരിമറി അനൂപ് അല്ല എന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിൽ അനൂപ് തന്നെ തിരിമറി ചെയ്ത് കാണിച്ചു കൊടുക്കുമെന്ന്. നീ പറഞ്ഞതുപോലെ നാവ് കൊണ്ട് കേൾക്കാത്ത കാര്യം തല കൊണ്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം നമുക്ക്. അനൂപാണ് ഇത് ചെയ്തത്. ഇവിടെയുള്ള എല്ലാവരും വിശ്വസിക്കും. നീ നോക്കിക്കോ. ഇനി എന്താണെന്ന് എനിക്ക് അവന്തിക സന്തോഷത്തോടെ പറയുന്നുണ്ട്.
ശേഷം ഒരു സ്റ്റാഫ് അനൂപിന്റെ അടുത്തേക്ക് കുറച്ച് ക്യാഷ് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. ഇത് പല ബ്രാഞ്ചിലേക്കും പിന്നെ ഓർഫനേജിലേക്കും കൊടുക്കേണ്ട തുകയാണ്. ഏതെങ്കിലും സ്റ്റാഫിനെ വിട്ട് കൊടുത്താൽ മതിയോ എന്ന് ആ സ്റ്റാഫ് ചോദിച്ചപ്പോൾ അനൂപ് പറയുന്നുണ്ട്, വേണ്ട, ഞാൻ കൊണ്ട് ബാങ്കിലിടാം. 40 ലക്ഷം രൂപയുണ്ട്. ട്രാൻസ്ഫർ ചെയ്യേണ്ട അക്കൗണ്ട് നമ്പർ ഞാൻ സാറിന് അയച്ചേക്കാമെന്നും ആ സ്റ്റാഫ് പറയുന്നുണ്ട്. തുക നോക്കുകയാണ് അനൂപ്. യഥാർത്ഥത്തിൽ ഇത് അനൂപിനെ കൊടുക്കാനുള്ളൊരു കളി മാത്രമാണ്. ശേഷം ആ തുകയുമായി അനൂപ് പോകുന്നു. അത് ആ സ്റ്റാഫ് അവന്തികയോട് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അനൂപ് ബാങ്കിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അനൂപിന്റെ കാറിന്റെ പിന്നാലെ മറ്റ് 2 പേരും കൂടി ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്പീഡിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ അനൂപിന്റെ വണ്ടിയുടെ മുന്നിലായിട്ട് അവർ കാർ കൊണ്ട് നിർത്തിയിട്ട് അനൂപിന്റെ വാഹനത്തിനരികിലേക്ക് വന്ന് ഡോർ തുറന്ന് പണം തട്ടാൻ ശ്രമിക്കുന്നു. അനൂപ് തടയുന്നുണ്ടെങ്കിലും അവർ പിന്നെയും ആ പെട്ടി എടുക്കുകയാണ്. അനൂപിന്റെ കഴുത്തിലായിട്ടും ഒരാൾ പിടിക്കുന്നു. ഒടുവിൽ അനൂപിനെ അടിച്ചിട്ട് പണവുമായി അവർ പോകുന്നു. പെട്ടെന്ന് സീറ്റ് ബെൽറ്റ് ഊരിയിട്ട് അനൂപ് പുറത്തിറങ്ങിയപ്പോൾ അവർ ആ പണവുമായി രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഉടൻ ഫോൺ എടുത്ത് അനൂപ് ആരെയും വിളിക്കുന്നുണ്ട്. ഇതേസമയം നന്ദൻ വീട്ടിലിരുന്ന് ഫയൽ നോക്കുകയായിരുന്നു. അർച്ചന അവിടേക്ക് വരുന്നുണ്ട്. വളരെ ടെൻഷനോടെ അർച്ചന നന്ദന്റെ അരികിലേക്ക് വന്നിട്ട് നന്ദേട്ട എന്ന് വിളിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അർച്ചന എന്ന് ടെൻഷനോടെ നന്ദനും ചോദിക്കുന്നു. പ്രശ്നമാണ് നന്ദേട്ട. ബാങ്കിൽ പണമിടാൻ പോയ അനൂപേട്ടന്റെ വണ്ടിയിൽ നിന്നും 2-3 പേർ ചേർന്ന് അനൂപേട്ടന്റെ കാർ തടഞ്ഞ് കയ്യിലുണ്ടായിരുന്ന പണം മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇത് കേട്ട് നന്ദൻ ഇന്ന് ടെൻഷനാകുന്നു. 40 ലക്ഷം രൂപയുണ്ടെന്നാണ് നന്ദേട്ടൻ പറഞ്ഞത്. ഇനി എന്താ നന്ദേട്ട ചെയ്യുന്നത്? എനിക്കാണെങ്കിൽ ആലോചിച്ചിട്ട് കൈയും കാലും വിറയ്ക്കാണ്. അർച്ചന സമാധാനപ്പെട്ട്, ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണെന്ന് നന്ദൻ പറയുന്നു. ഇന്ന് എല്ലാ സ്ഥലത്തും ഫണ്ട് ഇടേണ്ട ദിവസമാണെന്നും ഫണ്ടുമായി അനൂപ് ബാങ്കിലേക്ക് പോകുമെന്നും അറിയാവുന്ന ആളായിക്കൂടെ ഇതിന്റെ പിറകിൽ? ഉറപ്പായിട്ടും, അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ഇത് ചെയ്യില്ലല്ലോ എന്ന് അർച്ചനയ്ക്ക് ഇത് ചെയ്തത് അവന്തികയാണെന്ന് സംശയമുണ്ടോ എന്ന് നന്ദൻ. അങ്ങനെ ചോദിച്ചാൽ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഉണ്ടല്ലേ, അതേ സംശയം എനിക്കും ഉണ്ട് എന്ന് നന്ദൻ പറയുന്നു. ഈ സംശയത്തിന്റെ പേരിൽ അവന്തികയോട് ചോദിക്കാൻ നിന്നാൽ അത് ഒരിക്കലും അവൾ സമ്മതിച്ചു തരില്ല. എന്നാൽ സംശയം തീർക്കുകയും വേണം. കുറച്ച് റിസ്ക് ഉള്ള ഒരു വഴിയുണ്ടെന്ന് നന്ദൻ പറയുന്നു. ആ കാര്യം അർച്ചനയോട് പറഞ്ഞു കൊടുക്കുകയാണ് നന്ദൻ. ഞാനൊരു കാര്യം പറയാം, അതുപോലെ ചെയ്താൽ മതിയെന്ന് നന്ദൻ പറയുന്നു. ചിലപ്പോൾ വർക്കൗട്ടായെന്നും വരും. ഇത് കേട്ട് അർച്ചന പറയുന്നു, എന്തായാലും നന്ദേട്ടൻ പറയേ, ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന്. അങ്ങനെ നന്ദൻ അത് അർച്ചനയോട് പറയുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.